ജസ്റ്റിസ് ഭാനുമതിയുടെ കേസെടുക്കുന്നത്. കാരണം അവർ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജിയായിട്ട് ഏകദേശം 2012 മുതൽ 20 വരെ സർവീസ് ചെയ്തൊരു സ്ത്രീയാണ്. എന്താണ് പറയാനുണ്ടായ കാരണം ഒരു ഹൈ പ്രൊഫൈലിൽ പോയ ഒരു സ്ത്രീ, അവർ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്. പക്ഷേ അവരുടെ ഫാമിലിയിലുണ്ടായ ഇഷ്യൂസ്, അതായത് ഫാമിലിക്ക് ഈ പറയുന്ന ജാതീയത പ്രശ്നം കൊണ്ടുണ്ടായ പ്രശ്നം അവരുടെ പഠനത്തിലാണെങ്കിലും മുന്നോട്ടുള്ള യാത്രയിലാണെങ്കിലും വല്ലാത്ത രീതിയിൽ അത് ബാധിച്ചു. അതാണ് ഇഷ്യൂ. എന്നിട്ട് ഇവരെ ആരാ പഠിപ്പിച്ചു? അവിടെ പല ഹിന്ദു സംഘടനകളും നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ കൃഷ്ണഗിരി കേരളത്തിൽ നിന്ന് വലിയ ദൂരെയൊന്നുമല്ല. ഇതൊക്കെ പോയി അന്വേഷിക്കണം. കാരണം ഞാനിത് ആ സംഭവം ഈ ടോപ്പിക്ക് പഠിച്ചു. എന്താണ് ജസ്റ്റിസ് ഭാനുമതിയുടെ അവർ ചെറിയൊരു 10-20 ദളിതായിട്ടുള്ള ആൾക്കാർ മാത്രം കൂടുന്ന ചർച്ച ചെയ്തത്? അവിടെ പണക്കാരും ഈ പറയുന്ന വിദേശ പണം ഒന്നുമില്ല. അവരെന്ത് ചെയ്തു? അവരെല്ലാം കൂടെ 10-20 പേര് അവർ ഡിസൈഡ് ചെയ്യുന്നു. ഇവരെല്ലാം കർഷക തൊഴിലാളികളാണ്. മനസ്സിലാക്കുക, അവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയൊക്കെ വളരെ പാവങ്ങളാണ്. അവരെന്ത് ചെയ്തു? അവരെല്ലാം കൂടെ ഡിസൈഡ് ചെയ്തു എല്ലാ മാസവും അവർക്ക് കിട്ടുന്ന ഒരു വിഹിതം ഇവർക്ക് വേണ്ടി, ഇവരുടെ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇവർ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലോ കാത്തലിക് സ്കൂളിലോ ഒന്നുമല്ല പഠിച്ചത്, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു.